ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ലഞ്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ലഞ്ചിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് സെൻഡ് ചെയ്യുന്നത്. കുക്കിംഗ് ഒന്നും ഇല്ല, ജസ്റ്റ് എ ബാലൻസ്ഡ് ലഞ്ച്. ഞാൻ എങ്ങനെയാണ് ലഞ്ച് കഴിക്കാറുള്ളത് എന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചീരയാണ്. ചീര വളരെ സിമ്പിളായിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ മുഴുവൻ കുക്കിംഗ് ഞാൻ ചെയ്യുന്നത് വിറകടുപ്പിലാണ്. ഞാൻ ഡെയിലി വിറകടുപ്പിൽ കുക്ക് ചെയ്യാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യാറ്. അതുപോലെ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി കുക്കിംഗ് മെത്തേഡാണ്. പിന്നെ സ്ലോ കുക്കിംഗ്, അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. മൺപാത്രത്തിൽ അല്ലെങ്കിൽ ഇരുമ്പ്, സ്റ്റീൽ ഇതിലൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രിയൻസ് വാല്യൂ പോവുകയില്ല, എന്നാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ ലഞ്ച് സെർവ് ചെയ്യണേ. ഇവിടെ ഇപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ള പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിന് പകരമായിട്ട് ഇത്രയും പോകുന്ന ചെറുതെടുത്താലും മതി കേട്ടോ. നമ്മൾ എത്രത്തോളം ഐറ്റംസ് ക്വാണ്ടിറ്റി കുറക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്ലേറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്ലേറ്റിലാണ് എടുക്കുന്നത്. പിന്നെ ഒരു ബാലൻസ്ഡ് രീതിയിലാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലേറ്റിനെ 4 പാർട്ടാക്കിയിട്ട് ഞാൻ തിരിക്കും. എന്നിട്ട് ഈ ഒരു പാർട്ടിൽ ഞാൻ കാർബോഹൈഡ്രേറ്റ് വയ്ക്കുകയുള്ളൂ. അതായത് 1/4 കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ. ഞാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇലക്കറി. ഇലക്കറി ഷുവറായിട്ട് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യണം. റൈസിലോട്ടുള്ള സൈഡ് ഡിഷ് കുമ്പളങ്ങ മോരൊഴിച്ചിട്ടുള്ള കറിയാണ്. കുമ്പളങ്ങ മോര് കറി, നമ്മൾ പുളിശ്ശേരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുമ്പളങ്ങയാണിത്. അതേപോലെ തന്നെ നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല ഫ്ലേവർഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ അല്ല കേട്ടോ എടുക്കേണ്ടത്. അധിക പേരും ഒരുപാട് ഗ്രേവി ടൈപ്പിലൊക്കെ യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ പീസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഗ്രേവി കുറച്ച് എടുക്കുള്ളൂ. കാരണം റൈസ് ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല, പീസസാണ് കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാനൊരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രോട്ടീൻ പോർഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1, 2, 3 എഗ്ഗൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പെർ ഡേ. ഇനി ഞാനിന്ന് എഗ്ഗിൻ്റെ അളവ് കുറക്കാൻ കാരണം ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ തോരൻ എന്ന് പറയുന്നത് ഇന്ന് ചെറുപയർ കൊണ്ടുള്ളതാണ്. മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോട്ടീൻ്റെ പോർഷൻ ഈ ചെറുപയറും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഞാനിന്ന് എഗ്ഗ് ആക്കിയതുപോലെ അതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് വെജിറ്റബിൾസ് ഞാൻ കുറച്ച് കുറവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓൾറെഡി കൂടുതൽ പീസസ് യൂസ് ചെയ്തിട്ട് കുമ്പളങ്ങ പുളിശ്ശേരിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും പിന്നെ നമ്മുടെ ചീരയിൽ സവാളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് പോർഷൻ കുറച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് റൈസാണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് പോളിഷ്ഡ് റൈസാണ്. അപ്പോൾ റൈസും എടുത്തു, ഒരു തവണ റൈസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടില്ലേ നിങ്ങൾ, ഇന്നത്തെ എൻ്റെ ബാലൻസ്ഡ് ഫുഡാണിത്. ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. മെയിൻ ഡിഷായിട്ട് സെർവ് ചെയ്യുന്നത് റൈസാണ്. മട്ടരി അല്ലെങ്കിൽ പോളിഷ്ഡ് റൈസ്. പിന്നെ ഡെയിലി റൈസൊന്നുമല്ല ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാറ്. ഡിഫറെൻറ്റ് ഐറ്റംസാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ അതിലോട്ട് പുളിശ്ശേരിയാണ്. പുളിശ്ശേരിയിലൂടെ ശരിക്കും റൈസിൻ്റെ ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിലെ പീസസ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇലക്കറി. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഇലക്കറി എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് ലെറ്റ്യൂസൊക്കെ ആണെങ്കിൽ ഫ്രഷായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് ടൈം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ ബിഫോറൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ചെറുപയറാണ്. പിന്നെ ചെറുപയറൊക്കെ ഇപ്പോൾ നന്നായിട്ട് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫുഡിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ബാലൻസ്ഡ് ലഞ്ച് ഇഷ്ടമായില്ലേ? അപ്പോൾ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.